രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരികയും ചെയ്യും, MLA ഓഫീസിൽ ഇരിക്കുകയും ചെയ്യും. ഈ പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്യും. ഞാൻ കേരളത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് ചിന്തിക്കുന്നത്. പാലക്കാടത്തെ സ്ഥാനാർത്ഥിയായി നിന്ന് UDF സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ്, അതായത് ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അക്കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. പാലക്കാട് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു വ്യക്തി പാലക്കാട് വരുന്നതിൽ എന്താണ് തെറ്റ്? അയാൾ എന്തെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തു കുറ്റമോ ആയിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, പെണ്ണുപിടി ആയിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, ഇപ്പൊ പറയുന്നത് പോലെ ഗർഭഛിദ്രമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നോക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ? ഇവിടെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ സംവിധാനങ്ങളും എന്തിനാണ് ഇങ്ങനെയുള്ളവരെ തടയാനും നിയമം കയ്യിലെടുക്കാനും ജനങ്ങളെ അക്രമികളാക്കാനും വേണ്ടിയിട്ടാണോ ഇവരൊക്കെ നിൽക്കേണ്ടത്, ഈ നേതാക്കളൊക്കെ നിൽക്കേണ്ടത്? ഇന്ന് പാലക്കാട് എത്തുന്ന MLA പാലക്കാട് കാല് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് CPM ആദ്യം പറഞ്ഞത്. പിന്നീട് CPM അതിൽ നിന്ന് പിന്മാറി. അത് വേണ്ട, നിയമസഭയിൽ തങ്ങളുടെ പ്രതിനിധികളും പലരും ഇതുപോലെ സമാനമായ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടിയ അളവിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുറ്റം തെളിയാത്തത് കൊണ്ട് തങ്ങൾ അവിടെ ഇരുത്തിയേക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 മാസമായി സർക്കാർ സംവിധാനങ്ങൾ ഉച്ചകുത്തി ശ്രമിച്ചിട്ടും തലകുത്തി നിന്നിട്ടും ഏതെങ്കിലും തരത്തിലൊരു കേസെടുക്കാനോ തെളിവ് കണ്ടെത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല. ആരും മൊഴിയെടുക്കാൻ പോലും വന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പേപ്പർ പോലും ഇല്ല, ഒരു കേസ് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളെ പാലക്കാട് വരുന്നതിൽ നിന്ന് തടയണ്ട എന്ന് CPM നേതൃത്വം പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ പാലക്കാടിന്റെ ഈസ്റ്റ് BJP കമ്മിറ്റി അവരുടെ നേതൃത്വത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാലുകുത്തിക്കില്ല, ഞങ്ങൾ MLA ഓഫീസ് പൂട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പുലർച്ചെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. വെളുപ്പകാലത്ത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് വരെ കാത്തു നിൽക്കുകയാണ് അവിടെ തടയിടാൻ. എത്ര മോശമാണിത്! എന്താണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ പിന്നെ ആരാണ് ഇവിടുത്തെ MLA എന്ന് പറയുന്നത്? അയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ നിയമപരമായ പരാതി കൊടുക്കുക. നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിയമം പറഞ്ഞോളും, അത് ചെയ്യും. പാലക്കാടിന്റെ MLA ആരാണ്? MLA എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ആ ഓഫീസ് പൂട്ടിയിടാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? രാവിലെ BJP നേതൃത്വം അവിടെ ചെന്ന് പൂട്ടാൻ നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നാൽ MLA ഓഫീസ് പൂട്ടിക്കളയാമെന്ന് തീരുമാനിച്ചു. അത് ക്രിമിനൽ പ്രവൃത്തിയല്ലേ? പോലീസ് എന്തായാലും നീക്കിയിട്ടുണ്ട്, പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്തരം കേസുകളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകങ്ങളായിട്ടാണ് സാധാരണ കണ്ടുവരല്. സമരം അനുബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അറസ്റ്റും കാര്യങ്ങളും ഒക്കെ. സത്യത്തിൽ പാലക്കാട് നടക്കുന്ന പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്നല്ല ആരും എവിടെയും വരുന്നതിന് ഇവിടെ വരാൻ പാടില്ല എന്ന് വരക്കാനൊന്നും പറ്റില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു കൊടും ക്രിമിനലായിരിക്കണം. ആ ദേശത്തെ കാപ്പ ചുമത്തിക്കൊണ്ട് ഇങ്ങോട്ട് കയറരുത് എന്ന് നിയമ സംവിധാനങ്ങൾ വിലക്കിയ ഒരാളായിരിക്കണം. എന്നാലും ഓക്കെ, അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയാം. നിങ്ങൾ കാപ്പാക്കാരനാ, ഇങ്ങോട്ട് വരാൻ പാടില്ല. അല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ആർക്കാണ് അവകാശമുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കാല് കുത്തുമ്പോൾ അതിനെ തടയിടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തടയിടുന്നവരെ മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കുണ്ട്. ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്, നേതാക്കന്മാർ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഈ നീതി സംവിധാനത്തിന്റെ നിയമ സംവിധാനത്തിന്റെ കാര്യങ്ങളാണ്. ഈ രാജ്യത്തൊരു നിയമവാഴ്ച ഉണ്ടെന്നും ആ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണെന്നും ഓരോ പൗരനും നിയമത്തിന് അധീനമായി പോകണം, നിയമമനുസരിച്ച് ജീവിക്കണം, നിയമപരമായുള്ള കാര്യങ്ങൾ ചെയ്യാവൂ എന്നല്ലേ പഠിപ്പിക്കേണ്ടത്. പക്ഷെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പേടിച്ച് വീട്ടിലിരുന്നാണ് ആ തെറ്റ്. അതിൽ CPM കണ്ടുപിടിക്കണം. കണ്ടില്ലേ, ഷൈൻ ടീച്ചറും അത് അവരുടെ ഹസ്ബൻഡും ഭർത്താവും അവർ രണ്ടുപേരും നേരിടുന്ന കണ്ടില്ലേ അവർക്ക് നേരെ വന്നിട്ടുള്ള ആരോപണത്തെ. അതുപോലെ മറ്റൊരു MLA കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. അവരെ കഥാപാത്രങ്ങളെ ചേർക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ കഥ മെനഞ്ഞു. ഇവിടെ 3-4 ആഴ്ച മുമ്പ് ഇത്തരത്തിലുള്ള കഥകൾ പുറത്തു വന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പല ചാനലുകളിലും പല യൂട്യൂബ് ചാനലുകളും കണ്ടതാണ് അത്തരത്തിൽ പ്രചരിച്ചു എന്നുള്ളത്. പിന്നീട് ഒരു കഥാപാത്രം വേണമല്ലോ, ഒരു CPM വനിതാ അംഗം, പിന്നെ ആ വനിതാ അംഗത്തിന് ഒരു ഭർത്താവ്, പിന്നെ ഏതെങ്കിലും ഒരു MLA. ഇവരെയൊക്കെ കണ്ടെത്തണം, ആരെയാണ് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. അങ്ങനെ കണ്ടെത്തി വന്നിട്ട് ഇവരെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു വെച്ചു. അവർ മൂലം കയറി കഥ കടച്ച് കുത്തിയിരുന്നൊന്നുമില്ല. അവരും ഭർത്താവും കൂടെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ മുഴുവൻ നിയമ നടപടികൾ അങ്ങോട്ട് സ്വീകരിച്ചു. നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പലരും തലയിൽ മുണ്ടിട്ട് ഓടുന്നത് കണ്ടു, പലരും പോസ്റ്റ് മുക്കി ഓടുന്നത് കണ്ടു. പരാതിക്ക് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. സംഗതി ഇറങ്ങിയോ? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ മൂലക്കിരിക്കുകയല്ല വേണ്ടത്, ഇറങ്ങുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നേരിടുക, കൈകൊണ്ട് നേരിടുക, അല്ലെങ്കിൽ കായികമായി നേരിടുക എന്നുള്ളതല്ല. ആരും പിടിച്ചു വിഴുങ്ങിയൊന്നുമില്ല. അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്നോ തീർന്നേനെ, ഈ പ്രതിഷേധങ്ങളെല്ലാം തീർന്നേനെ. ഒന്നും അല്ലാതായി തീർന്നേനെ. പാലക്കാട് മണ്ഡലത്തിന്റെ MLA ആണെന്ന് എന്നതുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വരാതിരിക്കാൻ പറ്റുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരികയും ചെയ്യും, MLA ഓഫീസിൽ ഇരിക്കുകയും ചെയ്യും. ഈ പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്യും. അതാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ കാണാൻ പോണത്. ഏതായാലും അയാൾ പുറത്തിറങ്ങിയില്ലേ, ഇവരെയൊക്കെ പേടിച്ചിട്ട് ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റൂലല്ലോ. Different angles. Don't forget to subscribe and support this channel.